എന്തൊക്കെ ഷാഫീസുള്ള വിശേഷങ്ങള്? എവിടെയല്ലേ ഇപ്പോ? യാത്രയിലാണല്ലോ. അല്ല, ഇതിങ്ങനെ നിങ്ങൾ വണ്ടി പോകുന്ന സമയത്ത് ഒരു 2 മിനിറ്റ്, അതായത് പിന്നെ യൂറോപ്പിലുള്ള ഒരു രാജ്യത്ത് 22 മണിക്കൂറോളം പകല് ദൈർഘ്യമുണ്ട്. അതായത് മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് സുബഹിന്റെ ഇടയിൽ 2 മണിക്കൂർ ഒഴിവുള്ളൂ. അപ്പൊ അത്തരം ആളുകൾ എങ്ങനെയാണ് അവിടെ നോമ്പ് പിടിക്കേണ്ടതെന്നുള്ളൊരു മസാല വന്നു. എന്താ ചെയ്യപ്പോ? അത് നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരോട് ചോദിക്കാം. ഞാൻ ആ വിഷയത്തിൽ വിവരമുള്ളതല്ലോ. ആര് ആ വിഷയത്തിൽ വിവരമുള്ള ആളുകളോട് ചോദിക്കണമോ? അല്ല, പിന്നെ ഞാനല്ല ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പകൽ സമയം പിന്നെ ഇത്രയും ദൈർഘ്യമായാൽ പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ക്ഷീണം വരുന്ന സമയത്ത് മുറിക്കാൻ പറ്റുമെന്നല്ലേ? അത് ആ വിഷയമായ വിവരമുള്ള ആളുകളോട് ചോദിക്കണം. ഞാൻ ആ വിഷയത്തിൽ വിവരം കുറഞ്ഞ ആളാണ്. അപ്പൊ ആ വിഷയത്തിൽ വിവരമുള്ള ആളാരാണ് എന്ന് പറഞ്ഞുതരോ? വിവരമുള്ള ആള് ടീച്ചറിനൊക്കെ വിളിച്ചറിയും. പല പണ്ഡിതന്മാരല്ലേ, മദനിയല്ലേ, മദീനത്തിന് മദനി തിരിച്ചെടുത്ത ആളാണ് മൂപ്പര്. നിങ്ങളല്ലേ പറഞ്ഞ മൂപ്പര് ഇൽമിയായിട്ട് സംസാരങ്ങൾ ഇവരെ കേട്ടിട്ടില്ലാന്ന്. ഇപ്പൊ അയാള് വലിയ പണ്ഡിതനായോ? അല്ല, മൂപ്പര് ഒരു വിവരമില്ലാത്ത ആളാണ് ഞാൻ പറഞ്ഞിട്ടില്ല. മൂപ്പര് വിവരമുണ്ട്. പക്ഷെ അതോടൊപ്പം മൂപ്പര് പിന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാണ്ട് പിന്നെ കിട്ടാവുന്ന നമ്മൾ വെച്ച് പറയാൻ മൂപ്പര് കഴിയില്ല. പക്ഷെ ഈ നോമ്പിന്റെ വിഷയത്തിലൊക്കെ നല്ല വിവരം ഉണ്ടോ മൂപ്പർക്ക്? അപ്പൊ മൂപ്പർക്ക് ആകെ നോമ്പിന്റെ വിഷയത്തിലാണ് വിവരമുള്ളത്, തൗഹീദിന്റെ വിഷയത്തിലൊന്നും അറിയില്ല എന്നർത്ഥം. അല്ല, നോമ്പിന്റെ വിഷയത്തിൽ മാത്രം കണ്ടു. നോമ്പിന്റെ വിഷയത്തിൽ മൂപ്പർക്ക് നല്ല വിവരമുണ്ട്. അതിനർത്ഥം വേറെന്തെങ്കിലും വിവരമില്ലാണല്ലോ. നമ്മൾ തർക്കിക്കണ്ടേ? അങ്ങനെയല്ല, നോമ്പിന്റെ വിഷയത്തിൽ മൂപ്പർക്ക് അറിയാം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ശുപാർശ ചെയ്താന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. നോമ്പിന്റെ വിഷയത്തിൽ ഒരു മസാല ചർച്ച ചെയ്യാനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ മൂപ്പര് പ്രത്യേകം പരിഗണിക്കും. ആയിക്കോട്ടെ, ഞാൻ പ്രത്യേകം ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ അതല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഷാഫി സലാഹി പറഞ്ഞെന്നെ പറഞ്ഞ് ഞാൻ മൂപ്പരെ വിളിച്ചോളൂ, അത് കുഴപ്പമില്ല. അതായത് മൂപ്പര് ഇപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ മൂപ്പർക്ക് എന്തെങ്കിലും അറിയാമോ മൂപ്പർക്ക്? അതല്ല, ഞാൻ മൂപ്പരായിട്ട് ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അല്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയപ്പം പിന്നെ മദീനത്തുൽ ഉലൂമിന്ന് പിന്നെ പുറത്തിറങ്ങിയ മദീനയ്ക്ക് ഇപ്പോ ആ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ എന്തെങ്കിലും അറിയാമെന്നുള്ള ധാരണ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ആ വിഷയം മൂപ്പരായിട്ട് ചർച്ച ചെയ്തില്ല. ഞാൻ മദീനത്തിൽ നിന്ന് അറിഞ്ഞ എല്ലാവരായിട്ടൊന്നും തൗഹീദും ശിർക്കും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആർക്കൊക്കെ എത്രയൊക്കെ അറിയുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ മൂപ്പർക്ക് നോമ്പിനെ പറ്റി അറിയുന്നുള്ളത് കാരണം മൂപ്പര് മാസത്തിലൊക്കെ അവിടെ കൊത്തുപോകണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോമ്പിനെ പറ്റി അതിന്റെ ചിലകളൊക്കെ മൂപ്പര് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അസുഖത്തിനൊക്കെ. അത് ഞാൻ മൂപ്പര് നാട്ടിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ ടി പി അബ്ദുള്ളക്ക് അതിനെ അപ്പൊ നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ ഇതുവരെ ഖുതുബയിൽ നടത്തിയിട്ടുള്ളൂ. ഇതുവരെ തൗഹീദിനെ പറ്റി ഒരു ചർച്ച നടത്തിയിട്ടില്ല. തൗഹീദിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം അതല്ലല്ലോ. തൗഹീദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ അതല്ല പറഞ്ഞത്. മൂപ്പര് നോമ്പിന്റെ കുട്ടികളെ ഭാഷയിൽ പലരും മൂപ്പരിൽ കേട്ടിട്ടുണ്ടാവും. നോമ്പിനെ പറ്റി മൂപ്പർക്ക് കുറച്ച് വിവരമുണ്ട് എന്നുള്ളത് അതിന് മനസ്സിലാക്കാലോ. അല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നോമ്പിനെ പറ്റി മൂപ്പർക്ക് അറിയാൻ നിങ്ങൾക്ക് ഉറപ്പാണ്, തൗഹീദിനെ പറ്റി അറിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ല. അയിമ പിടിച്ചുകൂടിയിട്ട് ചെങ്ങാതി ഒന്ന് വിളിച്ച് ചോദിക്ക് എന്തിനൊക്കെ കുറിച്ച വിവരമുള്ളതെന്നുള്ള. ഞാൻ ഓരോരുത്തരും വിവരം അളക്കലല്ല എന്റെ പണി. നമ്മൾക്ക് വലിയ വിവരം ഉണ്ടെങ്കിൽ അത് അറിയാത്ത പരിപാടി. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞാൽ അയാൾ ശോഭിക്കുവോ? എന്റെ പേര് തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. മൂപ്പരെ പ്രസ്ഥാനത്തിലൊരു അനുസരണമുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. മൂപ്പര് നേതൃത്വം കൊടുക്കുന്നത്. എന്തെങ്കിലും നയപരമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമല്ലേ. അവ പൊന്മളിയും പേരോടും തമ്മിലില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പുണ്ടാവും. അപ്പൊ ഞാൻ ഷാഫി സലാഹി ഇങ്ങനെ പറഞ്ഞ് പിന്നെ തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നോമ്പിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് നോമ്പിന്റെ വിഷയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നല്ല ഞാൻ പറഞ്ഞത്. തൗഹീദിന്റെ വിഷയത്തിൽ ചോദിച്ചിട്ട് കാര്യമില്ല എന്നല്ല പറഞ്ഞത്. അതും ചോദിച്ചോ. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പിന്നെ മൂപ്പര് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് നിലക്കാ പറഞ്ഞത്. മറ്റേത് മൂപ്പര് ചർച്ച ചെയ്തത് തൗഹീദൊക്കെ മൂപ്പര് ആദ്യ കാലഘട്ടത്തിലൊക്കെ തൗഹീദ് പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ മൂപ്പര് സംഘടനാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടാവും. പിന്നെ അത്രയും മനസ്സിലൊക്കെ ബന്ധമുണ്ട്. അതോടുകൂടി മൂപ്പർക്ക് പിന്നെ
ഇതിനോടൊക്കെ തൗഹീദിനോടൊക്കെ ചിലപ്പോ താല്പര്യം കുറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ അല്ല ആദ്യകാലത്ത് തൗഹീദിന്റെ പ്രഭാഷണം നടത്തുകയും പിന്നീട് സംഘടന അല്ല ഞാനതിലേക്ക് ഒരു മിനിറ്റ് ഷാഫി ഞാനതൊന്നല്ലേക്കുന്നു ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അര മിനിറ്റ് ഷാഫി. ഹനീഫ് മൗലവി, ഞാന് ഷാഫി സുലാഹി ചങ്ങലേരിയുടെ ഒരു സുഹൃത്താണ്. അപ്പോ അദ്ദേഹം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ അദ്ദേഹം നോമ്പിന്റെ ഒരു മസാല ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നോമ്പുമായി ബന്ധപ്പെട്ട മസാലകൾ ചോദിക്കാൻ TP അബ്ദുള്ള കോയ മദനിയാണ് നല്ലത്. പിന്നെ അബ്ദുറഹ്മാൻ സലഫിന്റെ കൂടെ കൂടിയതിന്റെ ശേഷം അദ്ദേഹം തൗഹീദിന്ന് പഴയ പോലെയുള്ള തൗഹീദിന്റെ പ്രഭാഷണങ്ങളെല്ലാം അദ്ദേഹം വിട്ടു ഇപ്പൊ സംഘടന അവർക്ക് മാത്രമാണ് ഉള്ളൊരു സംസാരം പറഞ്ഞു. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ട് അതില്? നിങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ വലിയ ആളല്ലേ ഷാഫി സുലാഹി ചങ്ങലേരി, അതുകൊണ്ട് ചോദിച്ചതാ. ഷാഫി എന്നുള്ള രണ്ടക്ഷരം കേട്ടാൽ മുജാഹിദ പ്രസ്ഥാനം ഉറച്ചിടും. ഹലോ, എന്താണ് ഷാഫി സുലാഹി പറഞ്ഞതിൽ എന്താ അടിസ്ഥാനം ഉണ്ടോ മൗലവി? അതാ ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഇപ്പോ ഷാഫി സുലാഹി പറഞ്ഞത്, അതായത് TP അബ്ദുള്ള കോയ മദനിക്ക് തൗഹീദിന്റെ ആദ്യകാലത്ത് തൗഹീദിന്റെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോ അബ്ദുറഹ്മാൻ സലഫിന്റെ കൂടെ ചേർന്നതിന് ശേഷം തൗഹീദിന്റെ പ്രഭാഷണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നില്ല. വെറും ഒരു സംഘാടകനും, അതായത് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ നിലയിലേക്ക് TP അബ്ദുള്ള കോയ മദനി തരം താണുന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ആകെ പിന്നെ മായന. അതിലെന്താ അടിസ്ഥാനം ഉണ്ടോ? അടിസ്ഥാനം അവന്റെ കാര്യങ്ങളിലാണ് ഇപ്പൊ അടിസ്ഥാനം എന്നാണ് പോയിട്ടുള്ളത്. കാരണം ഇപ്പൊ സാക്ഷി ജിന്നുകഥയായിട്ട് ബന്ധപ്പെട്ട് പോവാണല്ലോ. ഇപ്പൊ ജിന്നിനെ കുറിപ്പിച്ച് നടത്തുന്ന പണിയാണല്ലോ ഇപ്പൊ സാധിക്കുന്നത്. അല്ല, ഞാനതിന് ഹനീഫ് മൗലവിനോട് ചോദിക്കുന്നത് വെച്ചാൽ ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഷാഫി സുലാഹി. അതെ, ഷാഫിക്ക് ഇപ്പൊ ഉള്ളത് സൗകര്യമല്ല. ഷാഫിക്ക് ഇപ്പൊ ജിന്നിന്റെ പരിപാടികളൊക്കെ ആയിട്ട് അതിന്റെ കേന്ദ്രമൊക്കെ ആയിട്ട് പോവാണ് പോലെ. അല്ലാതെ പിന്നെ ചങ്ങലേരി ജിന്നി കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ലാതെ ചങ്ങലേരിയിലെന്തോ ഞാനല്ല, ജിന്നു കഥകളായിട്ട് ബന്ധപ്പെട്ട് ജിന്നിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ സേവയായിട്ട് പോകുന്ന പണിയിലാണ്. ജിന്നു സേവ എന്ന് പറഞ്ഞാൽ ജിന്നിന് വേണ്ടിയിട്ടാണ് പ്രഭാഷണം. ഹനീഫ മൗലവി, ഞാൻ അതെല്ലാം പരിപാടികളൊക്കെ ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് ജിന്നിനെ എങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് സ്റ്റേജിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അല്ല, സംഗതി ഞാൻ ജിന്നു ശാസ്ത്രീയാണ് മെയിൻ. അല്ല, ഞാൻ ഹനീഫ മൗലവിയോട് ചോദിക്കുന്ന വെച്ചാൽ ഇത്രയും ഗുരുതരമായ ആക്ഷേപം TP അബ്ദുള്ള കോയ മദനിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടും TP അബ്ദുള്ള കോയ മദനി പറയുന്ന ആക്ഷേപം അയാൾ ജയനമിന്റെ പ്രസിഡന്റാണെന്നുള്ളത് കൊണ്ടാണ്. അയാൾ സൗകര്യത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. പറഞ്ഞാൽ ജിന്നിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുന്ന ആളായി മാറിയിട്ടുണ്ട്. അല്ല, തൗഹീദിന്റെ ഒരൊറ്റ പ്രഭാഷണവും ഷാഫി സുലാഹി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞേ ആര് TP അബ്ദുള്ള കോയ മദനി നടത്തുന്നത്? വല്ല കേൾക്കൂല. കാരണം കേൾക്കാനായിട്ട് സൗകര്യം കേൾക്കുന്നിടത്തുനിന്ന് ജിന്നു കേൾക്കാൻ ഓടിപ്പോകുമല്ലോ. എങ്ങനെ ജിന്നു കേൾക്കാനും സൗകര്യമുണ്ടാവില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ജിന്നിന്റെ ഷെയ്ത്താന്റെ ആളായ ഷാഫി സുലാഹി ഇപ്പോഴും സംഘടനയിൽ കാര്യമായ ആളല്ലേ? അതെല്ലാം ചോദിക്കുന്നത്. സംഘടനയിലത്തെ ആളൊന്നുമല്ല. ഷാഫിന്റെ സംഘടനയിലെ ആരുമല്ല. സംഘടനയിൽ അവൻ എടുത്തിട്ടില്ല. അവന് മെമ്പർ പോലെയല്ല KNMന്റെ. അല്ല, KNMന്റെ മണ്ഡല കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ KNMന്റെ ആരുമല്ല. പിന്നെ വെറുതെ ഇത്തരം പ്രസാദം ഉണ്ടാക്കി നടക്കുന്ന ഇതിലേക്ക് മറ്റേ പീഠത്തോട്ടപോലെ വരുന്നുണ്ടല്ലോ, ആ പണിയേറ്റ് നടക്കാൻ വേണ്ടിയാ ആളാകാൻ വേണ്ടി നടക്കാണ്. അല്ല, ഞാനതിൽ ആളാകാൻ വേണ്ടി നടക്കാൻ പക്ഷേ ആളല്ല. KNM ഇറക്കിയ ഒരുപാട് പുസ്തകത്തിൽ SS ചങ്ങലേരി ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ജീവനത്തിന്റെ പണിയാണ് ഇപ്പൊ വേണ്ടിയിട്ടുള്ളത്. അല്ല, ഷാഫി സുലാഹി ഒരു കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടില്ലേ ഹനീഫ മൗലവി? മറ്റേ KNMന്റെ പുസ്തകങ്ങൾ ഇറക്കിയിരുന്ന പുസ്തകം ഇറക്കാത്ത ആളല്ലേ. ആളുകൾ എത്ര ആൾക്കാർ ഏതെല്ലാം പ്രബോധന പ്രവർത്തനം നടത്തിയ ആളുടെ ഒരു പ്രകാശിനെ ഉണ്ടാകുന്ന അയാൾ മറ്റേ ഒരുപാട് ഇതിന് വേണ്ടി സേവനം ചെയ്താണ്. അയാൾ അതിനായി പോയില്ലേ? ഞാനതല്ലേ ചോദിക്കുന്നത്. മാറിപ്പോകുമ്പോ അനുസരിച്ച് പോകും. ഇപ്പൊ CN അഹമ്മദ് പോലെ മറ്റേ ഖുർആൻ പരിഭാഷ എഴുതിയ ആളാണ്. അയാൾ ആശയ ശരിയാണ്. അയാളിൽ കണ്ടപ്പോ സംഘടനയിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ തന്നെ ആബില്ലാതെ മറ്റേ ശേഖരൂര്
അല്ല നിങ്ങളിപ്പോ പറയുന്ന പുസ്തകങ്ങളും കിതാബുകളൊക്കെ തിരിച്ചും ഹദീസ് പള്ളിയിലാണ്. അല്ല നിങ്ങൾ അയാൾ ഹദീസിനെ വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങി അയാളെ പുറത്താക്കി. അല്ല നിങ്ങൾ പറയുന്നത്ര അതൊക്കെ തന്നെയാണ് സംഘടനയായ അതുകൊണ്ട് മാത്രമല്ല ആദർശത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് സന്നദ്ധ ആരെ വിശദീകരിക്കുന്ന അവരൊക്കെ അതിന്റെ മാർഗത്തിൽ പുറത്തു തന്നെ. അല്ല നിങ്ങൾ പറയുന്നത്ര ഗുരുതരമായ ആക്ഷേപം ഷാഫി സലാഹിന്റെ അടുത്ത് സത്യത്തിലുണ്ടോ? അത് നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം തീർക്കുന്നതായിരിക്കില്ല. ഞാൻ പറയുന്നത്ര ഞാൻ പറഞ്ഞതല്ല. ഗുരുതരം എന്ന് പറഞ്ഞാൽ എങ്ങനാ ഗുരുതരം എന്ന് ഉദ്ദേശിക്കുന്നത് ആദർശത്തിലുള്ള ഗുരുതരായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ജിന്നിനെ ചേട്ടാനി ആളായിട്ട് ജിന്നിനെ ചേട്ടാനി നേതാവായിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് അവർക്ക് ജിന്നിനെ ചേട്ടാൻ വരെ ക്ലാസ് എടുത്ത് നടക്കാനപ്പോ വെട്ടിരി ഷാഫി. അല്ല ഷാഫിന് ഇതുവരെ സംഘടനയിൽ പുറത്താക്കിയിട്ടില്ലല്ലോ അനീഫ് മൗലവി. സംഘടനയിലൂടെ എഴുപത് പുറത്താക്കാൻ അല്ലാത്തവർക്ക് നമ്മൾ അകത്താക്കണമെന്നില്ല, പുറത്താക്കേണ്ടതില്ല. അത് ശരി. അങ്ങനെ അപ്പൊ അപ്പൊ മുജാഹിദ് പ്രസ്ഥാനായിട്ട് ഇപ്പൊ ഷാഫി സലാഹിക്ക് ഒരു ബന്ധുവിലാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്? ഷാഫിക്ക് മുജാഹിദ് പ്രസ്ഥാനമായിട്ട് കേരള നേതൃത്വത്തിന് മുജാഹിദീൻ എന്ന സംഘടനയായിട്ട് ഒരു ബന്ധമല്ല. അത് ശരി. അയാൾ എന്നോട് മണ്ഡലം കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഒരു മെമ്പർ പോലും അല്ല. അയാൾ എന്നോട് പറഞ്ഞു ജമിയത്തുൽ ഉലമയിൽ അയാളൊരു മെമ്പറാണെന്ന് പറഞ്ഞു. ആളല്ല അയാൾ ജമിയത്തുൽ ഉലമയിൽ ഒരു മെമ്പറാണെന്നാണ് ഷാഫി സലാഹിയിൽ മുമ്പ് എന്നോട് പറഞ്ഞത്. ജമിയത്ത് അത് പലതും പറയാം. പക്ഷെ ഇപ്പൊ അതിന്റെ ആളുകൾ പറയാനല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഞാനിപ്പോ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മറ്റേ പി എം എനിക്ക് പറഞ്ഞൂടെ. അപ്പൊ അയാൾ വെറുതെ പിന്നെ പ്രധാനമന്ത്രി പറയല്ലോ. അപ്പൊ ഷാഫി സലാഹി ഇതെല്ലാം കള്ളം പറഞ്ഞ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? അദ്ദേഹം പറഞ്ഞോളാം എന്ത് പറഞ്ഞു എന്നുള്ളത് അവരോട് നേരിട്ട് ചോദിക്കാം. അവൻ KNM-ന്റെ മണ്ഡലം കമ്മിറ്റിയിലുമില്ല, ജില്ലാ കമ്മിറ്റിയിലുമില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുമില്ല. വേറെ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരോട് നിങ്ങൾ നേരിട്ടാണ് ചോദിച്ചാൽ അപ്പൊ അറിയാം. ഇപ്പൊ തൽക്കാലം അവന്റെ പരിപാടി എന്താ വെച്ചാല് ഇപ്പൊ ആളുകളെ നമ്മളാ സൂറത്തിൽ വാങ്ങിട്ടുണ്ടല്ലോ അവനെ കാണുമ്പോ അതുവരെ വന്നു നമുക്ക് ആരെ കാണുമോ അവനെ കാണുമ്പോൾ സൂറത്തിൽ നടക്കുക. ആരെ കാണുമോ ഞങ്ങളെ രക്ഷപ്പെടും. ഞാൻ അവരുടെ സുഹൃത്താന്ന് പറഞ്ഞ പറയാം. അല്ല ആരെ കാണുമോ? ഷാഫിനെ സഹോദരൻ ചെയ്യാൻ സൂറത്തിൽ വാങ്ങിട്ടുള്ള ആര് ഷാഫിനെ കാണുമോ? സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവരങ്ങളൊക്കെ ഷാഫി സലാഹിക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ. ഷാഫി സലാഹി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പണിയിലുള്ളത്. നിങ്ങൾ പണിയെടുത്ത് 2 മിനിറ്റ് നിർത്തുക. വളരെ പ്രധാനപ്പെട്ട നിങ്ങളെ പാലക്കാട് ജില്ലയിലുള്ള ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ നിർത്തിക്കോട്ടെ. അംസ മൗലവി പറഞ്ഞത് ഞാൻ അല്ല ഒരു മിനിറ്റ് ഷാഫി സലാഹി നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാല് നിങ്ങൾ മുജാഹിദാണ്, ഞാൻ സുന്നിയാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ഇതുവരെ കുലാദു റബ്ബിൽ ഫലക്കും കുലാദു റബ്ബിൻ നാസും അതുപോലെ തന്നെ കുൽഹുല്ലാഹു ആയതും ഓതണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഷാഫി സലാഹിനെ കാണുമ്പോൾ പിന്നെ മുഅവ്വിദീനെയും അതുപോലെ തന്നെ സൂറത്തും ഷാഫി സലാഹിനെ കാണുമ്പോൾ ഓതണം. അത്രയും വലിയ ശൈത്താനും ജിന്നുമായിട്ട് നടക്കുന്ന ആളാണെന്ന് നിങ്ങളെ ഹനീഫ് മൗലവി പിന്നെ പാലക്കാട് മറ്റേ അറിയാലോ KNM-ന്റെ സംസ്ഥാന കൌൺസിലർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ല നിങ്ങളിപ്പോ ജിന്നിനെ ഇറക്കുന്ന പരിപാടിയിലാവല്ലോ, നിങ്ങൾ ജിന്നിനെ ഇറക്കുന്ന പരിപാടിയിലാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു ഷാഫി സലാഹിനെ KNM ഒന്ന് പുറത്താക്കിയോന്ന് വെച്ച്. അയാൾ പണ്ട് അകത്തുണ്ടോന്ന് വെച്ചേ. നിങ്ങളല്ലേ എന്റെ ഭാഷ എന്നെ പറ്റിച്ച പണ്ട് നിങ്ങൾ ജമിയത്തുൽ ഉലമയിൽ മെമ്പറാന്ന് തൊട്ട് ഈ പാവപ്പെട്ട ജിഷാനുകളെ പറ്റിച്ചില്ലേ? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ടേ അകത്തല്ലാന്നാണ് ഇയാൾ പറയുന്നത്. ആര്? ഹനീഫ് മൗലവി. എന്റെ ക്ലിപ്പ് വേണം ഷാഫി? മെയിലും ഇടുണ്ടോ? അല്ല ഇതൊക്കെ മെയിലിൽ വിട്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ? അല്ല വെറുതെ എന്നെ പോയി വെക്കാം. ഞാൻ നിങ്ങളെ മറ്റേ ക്ലിപ്പ് എത്രത്തോളം വെച്ചാ പിന്നെ വേറെടുത്ത് ക്ലിപ്പ് ഇടൽ തുടങ്ങിയ ആൾക്കാര്. ഏത് ക്ലിപ്പ്? കിട്ടുന്നത് ഏത് പ്രസംഗത്തില് ഈ അനീഫ മൗലവിന്റെ തന്നെ. ശരി. അപ്പൊ നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടല്ലേ? ഇല്ലാണ്ടൊന്നുമില്ലല്ലേ? പിന്നെ അല്ല ഷാഫി ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഞാനിപ്പോ ഇയാളെ വിളിച്ചു നോക്കുമോ നിങ്ങളായിട്ട് വിളിച്ചില്ലേ? TP എത്തുള്ളൊക്കെ ഞാൻ അതിനെ ഈ മസാല ചോദിക്കേണ്ടിട്ട് വിളിച്ചത് യൂറോപ്പിലെ നോമ്പിന്റെ മസാല ചോദിക്കേണ്ടിട്ട് TP-നെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ വിളിച്ചിട്ട് കിട്ടിയതാരാണ്? പിന്നെ ഇയാളാണ് അബ്ദുറഹ്മാൻ സലഫിയാണ്. അപ്പൊ അബ്ദുറഹ്മാൻ സലഫിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ നോമ്പിന്റെ മസാല പറയാൻ മാത്രം ഇയാൾ ഉഷാറാണ്. ആര്? TP എത്തുള്ളൊക്കെ അതിന് ഉഷാറാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നിഷാൻ എന്റെ സുഹൃത്തല്ലേ ഷാഫി, അവനോട് തന്നെ പോയിട്ട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം പക്ഷെ അബ്ദുറഹ്മാൻ സലഫി നിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഹനീഫ് മൗലവി നിങ്ങൾക്കെതിരെ സത്യത്തിൽ ഞാൻ പോലും ഞെട്ടിപ്പോയി. നിങ്ങളെ കാണുമ്പോൾ കുലഹു റബ്ബിൽ ഫലക്കും കുലഹു റബ്ബിൻ നാസ് ഓതണം. അത്രയും വലിയ ശൈത്താനാണ്. നിങ്ങൾ ഷാഫിന്റെ സുഹൃത്താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
അയാളെ മുമ്പൊന്ന് രക്ഷപ്പെടാൻ ഈ ഖുർആനിലുള്ള ആയത്തോതിയിട്ട് നിങ്ങൾ തടിസലാമത്തായിക്കോ. പിന്നെ നിങ്ങൾ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ഷോ ആണെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞതല്ല. ഇനിയിപ്പോ അല്ല ഷാഫി, കാര്യത്തിൽ പറഞ്ഞാണ്, തമാശ പറയല്ലേ, ഇല്ലാത്ത നിങ്ങളോട് പുറത്ത് കാര്യമില്ലല്ലോ. ഞാൻ അതിന് മുന്നേ അച്ഛനെങ്കിൽ ഞാൻ ഏത് നിങ്ങൾ വെറും കാര്യം മാത്രം പറയുന്ന ആളാണ്. കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ല, ഞാനതിലേക്ക് പിന്നെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഹനീഫ് മൗലവി നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും മകളെ കല്യാണം കഴിച്ച് തീർക്കം ചെയ്തില്ല. മകളെ കല്യാണം കഴിച്ച് തീർക്കുകയും ചെയ്തിട്ടില്ലെന്നാ? അല്ല, കല്യാണം കഴിക്ക് പിന്നെ കലാക്കൊല്ലൊന്നും ചെയ്തിട്ടില്ലാന്ന്. അത് ശരി, അങ്ങനെ. ഇത്ര വിരോധം എന്താണ് അറിയില്ലാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഒരു കാലത്ത് ഷാഫി സലാഹി ഒരുപാട് സേവനങ്ങൾ KNM ചെയ്തതിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടില്ലെന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി എന്താണോ? അതിപ്പോ ചേകനൂർ മൗലവി ചേകനൂരിസത്തിലേക്ക് പോയില്ലേ, CN അഹമ്മദ് മൗലവി പിന്നെ കാദിയാനിസത്തിലേക്ക് പോയില്ലേ? അപ്പോ നിങ്ങളിപ്പോ സംഗതി മൊത്തത്തിൽ ഔട്ടാ? അല്ല ഷാഫി, വിളിക്കാൻ ഉദ്ദേശിച്ച വിവരം പറയാൻ എന്താ, ഞാൻ തിരക്കിലാണ്. വിളിക്കാൻ ഞാനത് കൈകാര്യം ചെയ്തല്ലോ. അല്ല, നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. ഞാൻ അതിലേക്ക്, നിങ്ങൾ ഈ സത്യത്തിന് മുമ്പ് എന്നെ പറ്റിച്ചത്, നിങ്ങൾ ജമിയത്തുൽ ഉലമയിൽ മെമ്പറാണ് നിങ്ങൾ എന്നോട് മുമ്പ് പറഞ്ഞത്. ഞാനെന്താ ശത്രുക്കൾക്ക് തിരിക്കാൻ വേണ്ടി വെടി കൊടുക്കാത്ത ഒരാളാണ്. അങ്ങനെയാണ് ഇപ്പൊ ഈ അനീഫ മൗലവിനെയും ഈ പിന്നെ ടീപ്പിനെയും അതുപോലെ അബ്ദുറഹ്മാൻ സലഫിനെയൊക്കെ പൊളിച്ചെടുക്കാനുള്ള സാധനങ്ങൾ നമ്മളെത്തുണ്ട്. പക്ഷെ നമ്മളതല്ല, നമ്മൾ ആദർശപരമായ യുദ്ധം അവിടെ നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആദർശം അവരെ വിഷയങ്ങള് അവര് പിന്നെ മാറ്റും തൗബയും ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ആദർശ വിഷയത്തിലാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. നിങ്ങൾ ആദർശത്തിൽ നിങ്ങൾ അമ്പേ പുറത്തു പോയിന്നാണ് ഇയാൾ പറയുന്നത്, അനിപോല് പറയുന്നത്. മദനി ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പറഞ്ഞ സിനിമക്ക് 40 പൈസ മൂപ്പരെ സ്ഥാപനം വിട്ടുകൊടുത്തൊന്നും ഞാൻ ആരോടും പറയില്ല. അതുപോലെ അബ്ദുറഹ്മാൻ സലഫിന്റെ വേറെ കുറെ വിഷയങ്ങളുണ്ട്, അതൊന്നും ഞാൻ ആരോടും പറയില്ല. അത് നമ്മള് വിഷയമല്ല, അത് ഞങ്ങൾ തമ്മിലുള്ള വിഷയം ഇതാണ്, ആദർശ പ്രശ്നമാണ്. ഇല്ല അത് നിങ്ങൾ ഒന്നാം. പക്ഷെ അബ്ദുറഹ്മാൻ സലഫിന്റെ യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് എന്ന് പറയപ്പെടുന്നു. അതിന്റെ നോട്ടീസ് പലയിടത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അത്. അതുപോലെ TT എന്ന് പറയുന്നതിന് അമ്പലത്തിലേക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്നത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അതല്ല വിഷയം. TT എന്ന് പറയുന്നതിന് പല വിഷയങ്ങളിലും പിന്നെ ആദർശപരമായ ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ നിങ്ങളിതിപ്പോ ഒരു മുജാഹിദിനോട് പറഞ്ഞാൽ പോലും മുജാഹിദുകൾ വിശ്വസിക്കും. TP അതിന് അമ്പലത്തിലേക്ക് കൊടുത്തു പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഷാഫി സലാഹി വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി. ഞാനാരോടും പറഞ്ഞില്ല, ഞാൻ മുജാഹിദിനോടും സുന്നിനോടൊന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം നമ്മള് വിഷയം അതല്ല, അതുകൊണ്ട് ഞങ്ങളെ പറയലില്ല, പറയേണ്ട ആവശ്യമല്ല, അത് പറയില്ല. അല്ല, അപ്പൊ നിങ്ങൾ ഇല്ലാത്തൊരു വിഷയം പറയുന്നതിൽ ആളുകൾ ധരിക്കുക. അല്ല, ഞാനതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ലാന്ന്. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്ന് ഞാൻ ആരോടും പറയില്ല. ഈ കാലം വരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതൊന്നും. അതാ പറഞ്ഞത്. പക്ഷെ തമ്മിലുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യുക. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് കടക്കരുത്, അത്തരം വിഷയങ്ങളിലേക്ക് ഒരിക്കലും കടക്കരുത്. അങ്ങനെയാണെങ്കിൽ പേരോടും അതുപോലെ തന്നെ നമുക്ക് വേറെ പറയാം. ഞാൻ പറയട്ടോ, ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നില്ല. നിങ്ങൾ ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞത് സത്യമാണ് കളവാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞു ജമിയത്തുൽ ഉലമയിൽ നിങ്ങളൊരു കേവലം മെമ്പറാന്ന് പറഞ്ഞു. അത് സത്യം അല്ല? ജമിയത്തുൽ കൗൺസിലർ പിന്നെ കൗൺസിലറാണ്, സംസ്ഥാന കൗൺസിലറാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജമിയത്തുൽ ഉലമ അങ്ങനെ തന്നെ, ഇന്ന ആരോ ഇന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. ജമിയത്തുൽ ഉലമന്റെ പിന്നെ സംസ്ഥാന കൗൺസിലറാണ് നിങ്ങൾ. അതെ. അതിൽ പിന്നെ എത്ര കൗൺസിലർമാരുണ്ട്? അല്ലെ, ഹനീഫ് മൗലവി കളവ് പറഞ്ഞാലേ കൈയോട് പിടിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആളെണ്ണം നോക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും വോട്ട് ചെയ്ത് ജയിപ്പിക്കലും തോൽപ്പിക്കലും എന്നല്ലേ നമ്മളെ പരിപാടി. നമ്മള് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനും എനിക്കും അവസരം കിട്ടുമ്പോൾ കേട്ട് പഠിക്കലുണ്ട്. ഈ 17-ാം തീയതി നവംബർ 17, 2012 വരെ ഈ നിങ്ങളെ സ്ഥാനത്ത് നിങ്ങളെ പുറത്താക്കില്ല എന്ന് ഉറപ്പാ? എനിക്കിതുവരെ അറിയിപ്പൊന്നും കിട്ടിയില്ല.
നിശാനെ നമ്മൾ തമ്മിലുള്ള ആദർശ വിഷയങ്ങളിൽ എന്തിനിപ്പോ നിങ്ങൾ ഞങ്ങളെ സംഘടനയിട്ടും പക്ഷെ അല്ല നിങ്ങൾ പറഞ്ഞൊരു സ്ഥാനം നിങ്ങളെ സ്ഥാനം ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം അനീഫ് മൗലവി നടത്തിയാൽ അത് ചോദ്യം ചെയ്യുന്നോട് അനീഫ് മൗലവിന് പിടിയാണ്. അനീഫ് മൗലവിനൊന്നുമല്ല അത് പിടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അനീഫ് മൗലവിക്കൊന്നും ഒരൊറ്റ ദിവസം നീച്ചു നടക്കാൻ പറ്റാത്ത വിധത്തില് ആക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനത്തെ വിഷയങ്ങളെ ഞങ്ങൾക്കിടയിൽ ചർച്ചയില്ല. അനീഫ മൗലവിനോട് ചോദിച്ചോളൂ ഞമ്മൾക്ക് ആദർശ ചർച്ചയ്ക്ക് ഉണ്ടോ എന്നുള്ളത്. അല്ല ഷാഫിസനെ ഞാനൊന്നും പറഞ്ഞത് നിങ്ങളായിട്ട് എന്തൊക്കെ ഉടക്കുണ്ടെങ്കിലും ഞാൻ ഇന്നേവരെ നിങ്ങളെ ഷാഫി സലാഹിയായ നിങ്ങളെ നമ്മൾ ആദർശം സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചിലപ്പോൾ പിന്നെ ഉടക്കലുണ്ട്, സംസാരിക്കലുണ്ട്, ഫോണ് കട്ടിയലുണ്ട്. അല്ലാതെ ഇങ്ങളെ കാണുമ്പോൾ കുലാഹി റബ്ബിൽ ഫലക്കും കുലാഹി റബ്ബിൻ നാസും ഓതേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരുന്ന് നിങ്ങളെ കൂടെയുള്ള ആളാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അത് ഓർമ്മിച്ചോളി. നമ്മളെ കൂടെ ഒന്നും ആയാലില്ല. ഞങ്ങൾക്ക് എന്നുള്ള പിന്നെ ആദർശത്തിൽ തെറിച്ച ആളുകളാ അവരൊക്കെ. അവര് പിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളെ കൂട്ടത്തേക്ക് ഞങ്ങൾ പറഞ്ഞേക്കാൻ നിൽക്കുകയാണ്. യാത്രയപ്പ് സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തി. ഇന്നലെ ഞങ്ങൾ ഇവിടെ മണ്ണാർക്കാട് യാത്രയപ്പ് സമ്മേളനം നടത്തി. ഇവിടുത്തെ കുറച്ച് ആളുകളെ മടവൂരിസത്തിലേക്ക് വിടാൻ വേണ്ടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഖുറാഫിഷ കയറുക. അങ്ങനെ ഞങ്ങളിലേക്ക് കുറച്ച് ആളുകൾ അതോടൊപ്പം കൂട്ടങ്ങളിൽ ഞങ്ങളിലേക്ക് സാജിദ് തിരുവനന്തപുരത്തിനെ പുറത്താക്കി എന്ന് പറയുന്നത് അതിലടിസ്ഥാനുണ്ടോ? സാജിരങ്ങാടി അങ്ങനെ ആദർശ പ്രബോധകരെ പുറത്താക്കിയതെന്ന് പോലെ പുറത്താവില്ല. ഇന്നലെ ഭംഗിയായി പ്രസംഗിച്ച 1500ഓളം ആളുകളെ സാക്ഷി നിർത്തിയിട്ട് അല്ല അയാളെ KNMന്റെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കിയെന്ന് ഞാൻ കേട്ടെ. അല്ലാണ്ട് നിങ്ങൾ പുറത്താക്കിയെന്നല്ല. അയാൾ ആദർശത്തിൽ പുറത്താണ്. സംഘടന എന്ന് പറഞ്ഞ സുഹൃത്തെ ഒരു പിന്നെ അതിന്റെ ചില സാങ്കേതികത്വങ്ങൾ അതിന് ചിലപ്പോ ആ വൃത്തത്തിൽ നിന്ന് ചിലപ്പോ പുറത്തു പോയാലും ഇസ്ലാമിന്റെ വലിയ വിശാലമായ വൃത്തം ഷാഫി ഞാൻ ഇമെയില് പിന്നെ ഇയാൾ പറഞ്ഞ മെയിലുണ്ടല്ലോ ആര് മറ്റേ ഹനീഫ് മൗലവി അയച്ചെന്ന് പറഞ്ഞ മെയില് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നുണ്ട്. ജിഷാനോട് എനിക്ക് പറയണ്ടേ നമുക്ക് ആദർശപരമായ ഏതെങ്കിലും വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. നമുക്കൊന്ന് കാര്യമായി ചർച്ച ചെയ്യാം. കുറച്ച് ഇതുവരെ ഞാൻ എപ്പോഴാണ് ചർച്ച ചെയ്യണത്? തന്നെ തുടങ്ങാം. രാത്രി നമുക്ക് ചർച്ച ചെയ്യാം. തുടങ്ങിയാലോ? ഇപ്പം തുടങ്ങുന്നത് ഇതാണ് ജിസാനെ കൊണ്ടുള്ള പ്രശ്നം. ഇപ്പം തന്നെ തുടങ്ങാം. ഇപ്പം തന്നെ തുടങ്ങാം. ഞാനിപ്പം തന്നെ തുടങ്ങാം. തുടങ്ങാം. എന്നാ നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. എന്നൊരാൾ വിളിച്ച് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശിർക്കുണ്ടോ? എങ്ങനെ വിളിച്ചു കഴിഞ്ഞാല് ബദരീങ്ങളെ കാക്കണേ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ ചെറുക്കാണ്. നിങ്ങൾ ഖുറാഫികളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അഭൗതികമായ കഴിവുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചെറുക്കാവും. മലക്കുകളും ജിന്നുകളും പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പിന്നെ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരുടെ പിന്നെ കഴിവിൽപ്പെട്ട നിങ്ങൾ സഹായിക്കുന്ന എങ്ങനെ വിശ്വസിക്കണത്? അവർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് കേൾക്കാനും കാണാനും സഹായിക്കാനൊക്കെ കഴിയുന്നുള്ള വിശ്വാസത്തോടു കൂടിയല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് കാണാനും കേൾക്കാനോ? നിങ്ങളിപ്പോ മൊയ്തീൻ ഷെയ്യെ രക്ഷിക്കണമെന്ന് ജിഷാന് ഖത്തറിൽ നിന്ന് വിളിക്കുമ്പോ ബഗ്ദാദിലുള്ള മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ വിളിക്കണത്? ഞാൻ മൊഹീദീൻ ഷെയ്ഖിന്റെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതാ അതേ വിശ്വാസത്തിലാണോ എന്ന് പറയുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളെ വിശ്വാസം എന്നാ നമ്മളെ വിശ്വാസം ശരിക്കും കേട്ടോ. നമ്മളിപ്പോ നിങ്ങൾ ചർച്ചയ്ക്ക് ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം, അല്ലെ നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ കേൾക്കണം. നമ്മളെ വിശ്വാസം എന്താണ്? ആര് ഞങ്ങളെ സുഹൃത്തുണ്ട്, മൂപ്പര് ഫോൺ ഇങ്ങനെ കൈ നിർത്തിക്കൊണ്ടിരിക്കാണ്, ഞാൻ കൊടുക്കാം. ചർച്ച ചെയ്യുന്നത് ാ പഠിച്ച് ഇതായി കിതാബും കൂടി കെട്ടി പറഞ്ഞ് വീണ് കിടക്കാൻ പോകുന്നത്. കൊടുക്കട്ടെ? കൊടുക്ക്. എന്തിനാ കൊടുക്കാൻ നിൽക്കുന്നു? പണിയൊന്നുമില്ലേ? അല്ല, പണിയുണ്ട്. കാരണം വെച്ചാല് അനീഫ് മൗലവി എന്ന് പറയുന്ന നിങ്ങൾ പാലക്കാട് ജില്ലയിലുള്ള സംസ്ഥാന KNMന്റെ കൌൺസിലർ പറഞ്ഞത് ഷാഫി സലാഹിയും കൂടെ നടക്കുന്ന ആളുകളും മുഴുവൻ ശൈത്താന്മാരാണെന്ന. അപ്പൊ നിങ്ങൾ ഏത് പട്ടികയിൽ പെട്ടത്? അല്ല, നിങ്ങളിപ്പോ ഒന്നായിട്ട് നടക്കുന്നോണ്ട് ഞാൻ ചോദിച്ചാണ് നിങ്ങൾ അതിൽ കൂട്ടത്തിൽ പെട്ടതാണെന്ന് ചോദിച്ചു. അത് മാത്രമല്ല, ഷാഫി സലാഹിനെ കണ്ടു കഴിഞ്ഞാൽ കുലാഹി റബ്ബിൽ ഫലക്കും കുലാഹി റബ്ബിൻ നാസും ഓതണമെന്നാണ് അയാൾ എന്നെ പഠിപ്പിച്ചത്. ശരിയാണോ? അങ്ങനെ പഠിപ്പിക്കും.
അല്ല അയാൾക്ക് ഇവരെല്ലാം അയാൾ സംസാരിക്കുന്നത് മനസ്സിലായില്ലേ? അല്ല ഷാഫി സുലാഹി ഇപ്പൊ ജിന്നിനെ ഒഴിപ്പിക്കുന്ന തിരക്കിലാന്നാ പറയുന്നട്ടെ. അതെ, ഇന്നിപ്പോ ആരെ ഒഴിച്ചിട്ടാണ് ഖുറാഫികളല്ലേ? അല്ലെ ഒരു പണിയുണ്ട്. ഏതായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫോൺ എടുത്തല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നില്ല എന്ന് വേണ്ട. അതായത് യൂറോപ്പിലുള്ള ഒരു രാജ്യത്ത്, അതെ സമ്മാനം തരുന്ന സമ്മാനം പിടിച്ചോ, യൂറോപ്പിലുള്ള ഒരു രാജ്യത്ത് 22 മണിക്കൂറോളം പകല് വരുന്നുണ്ട്. അതായത് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ സുബഹി 2 മണിക്കൂർ കൊണ്ട് സുബഹി ബാങ്ക് അവിടെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മനുഷ്യന്മാരെ നോമ്പ് വെക്കേണ്ടത്? അത് വിവരമുള്ള വേറെ പണ്ഡിതന്മാർ ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ നമ്മുടെ പണി എന്തായിട്ടാണ് ഞാൻ അപ്പൊ നിങ്ങളുടെ ഈ ഖുറാഫാത്ത് പൊളിക്കുന്നത് മാത്രമോ? പിന്നെ ഈ അനീഫ് മൗലവി പാലക്കാടിന്റെ ഖുറാഫാത്ത് പൊളിക്കലാണ് നിങ്ങളെ പരിപാടി അല്ലേ? അല്ലല്ല, നിങ്ങളുടെയൊക്കെ ഖുറാഫാത്ത് എല്ലാം ഇങ്ങനെ കസക്കി എറിയുന്ന പരിപാടിയാണ്. ആയിക്കോട്ടെ, അനീഫ് മൗലവി പാലക്കാട് എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ സംസ്ഥാന കൌൺസിലർ, അദ്ദേഹം തൗഹീദിലാണോ തൗഹീദിന്റെ പുറത്താണോ? അതിപ്പോ അയാൾ അയാളത്തെ ചോദിക്കണ്ടേ? അല്ല, അയാൾ പറഞ്ഞ വിശ്വാസം നിങ്ങൾക്ക് അറിയാലോ. അയാൾ പറഞ്ഞ വിശ്വാസം എന്താണ്? അയാൾ പറഞ്ഞ വിശ്വാസം യാ ഇബാദുല്ലാഹി അയ്യനൂനി എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് അയാളുടെ വിശ്വാസം. ഇയാൾ തൗഹീദിലാണോ തൗഹീദിന്റെ പുറത്താണോ? അങ്ങനെ പാലക്കാട് ജില്ലയിൽ എത്ര ആൾക്കാരുണ്ട്? അതൊക്കെ വിശ്വാസം എന്താണ് ഇപ്പൊ തെരഞ്ഞെടുക്കാത്ത അല്ലേ? പാലക്കാട് ജില്ല വ്യക്തികളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തൗഹീദാ മറ്റേ തൗഹീദായിട്ടുണ്ടെങ്കിൽ അതിപ്പോ എല്ലാവരും പിന്നെ ഇല്ലാത്ത ഓരോന്ന് പറയും. ആ ഓരോന്നിങ്ങനെ പറഞ്ഞു നടക്കുമ്പോ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കാനാ. അപ്പൊ സംസ്ഥാന കൌൺസിലറായ ഹനീഫ് മൗലവി പിന്നെ പാലക്കാടിന് വിവരമില്ലാന്നാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്? പഠിച്ച അയാളെ കുറിച്ച് നമുക്ക് സംസ്ഥാന കൌൺസിലറോ എന്താ അയാൾ എന്താ നമുക്കറിയില്ല. നാട്ടിലെന്താ വെച്ചാൽ വല്ല പരിചയമല്ല ആർക്കും. അല്ല, അയാൾ പരിചയമില്ലാണ്ട് ഷാഫി സുലാഹിനോട് ചോദിച്ചു നോക്കിയ ഷാഫി സുലാഹി പിന്നെ അയാളെ ക്ലിപ്പ് വരെ ഇടാൻ തുടങ്ങി പറഞ്ഞ പരിപാടിയിൽ അയാളുടെ ക്ലിപ്പ് ഉണ്ടാവില്ല. ഷാഫി ഇപ്പൊ പറഞ്ഞു എനിക്കറിയില്ല. ഷാഫി പറഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ചപ്പോ തന്നെ അയാളുടെ സംസാരിച്ചത് എന്താണ്? എന്തോന്ന് അയാള് നേരത്തിലാണോ പറഞ്ഞത്? അയാൾ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ആദർശത്തിൽ നിന്ന് അമ്പേ പുറത്താണെന്ന് പറഞ്ഞു. നിങ്ങൾ ആദർശ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. ചേകനൂർ പോയതുപോലെ CN അഹമ്മദ് മൗലവി പോയതുപോലെ ഷാഫി സലാഹി ഔട്ടാണെന്ന് പറഞ്ഞു, ഗെറ്റ് ഔട്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ആരാ പോയതെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നു ഞങ്ങൾ ഒഴിവാക്കും. അല്ല, നിങ്ങൾ പറയുന്ന അയാൾ തൗഹീദിന്ന് പുറത്താണ്, അയാൾ പറയുന്നത് നിങ്ങൾ തൗഹീദിന്ന് പുറത്താണ്. ഇപ്പൊ ആര് പറയുന്നത് ശരി? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്താ വെള്ളം പോണേ? വെള്ളം പോന്നാ? അതെ, പൈപ്പ് പൊട്ടിയാ? നമ്മുടെ അതെ നമ്മളെ വണ്ടിമ്മ കൂടെ പ്രശ്നമില്ലാതെ വണ്ടിമ്മയിലൂടെ വെള്ളം വരുന്ന മലമ്പുഴയിലെ പോയ വണ്ടി അല്ലല്ല പഠിച്ചവനെ ഷോപ്പിൽ വണ്ടിയിലൂടെ വെള്ളം വരുന്ന പഠിച്ചവനെ അതെന്ത് വണ്ടിയാണ്? ഷോപ്പിന്റെ ഉള്ളിൽ കയറുന്ന വണ്ടി ടോയ്സ് കാറിലാണ് വന്നത്? ഷോപ്പിന്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ. അതിന് ഷോപ്പിന്റെ പുറത്താന്ന് പറയണ്ടേ? ഷോപ്പിന്റെ ഉള്ളിൽ വണ്ടിന്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നു പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ? ചുക്കുമോ ലഘുത്തി പല്ലി എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഏതായാലും നമ്മുടെ നോമ്പിന്റെ വിഷയം ഒന്ന് തീരുമാനാക്ക്. 22 മണിക്കൂർ പകല് വരുന്ന പിന്നെ രാജ്യത്ത് എങ്ങനെ നോമ്പ് നോക്കണ്ടേ? അത് നമ്മൾ അനീഫോട് ചോദിച്ചു വെച്ചാൽ അല്ല ചിലപ്പോൾ ഇവരെന്തായിരിക്കും. അല്ല അയാള് തൗഹീദ് ഒന്ന് പുറത്തായ ഒരു മൗലവിനോട് ഞാൻ മസാല ചോദിച്ചാല് നമ്മളെ കാര്യം കട്ടപ്പുകയാവൂലേ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ. അത് നമ്മൾ തൗഹീദിന്റെ ഉള്ളിലാണ്. അല്ല അയാളെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തൗഹീദിന്റെ ഉള്ളിലാണല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ. അതെ, അപ്പൊ തൗഹീദ് ഏതാ നിങ്ങളായില്ല. അല്ല നിങ്ങൾ ചോദിച്ചതിനെ പറ. ഈ നോമ്പ് 22 മണിക്കൂർ പിന്നെ ഉള്ള രാജ്യത്ത് എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത് പകല്? അത് ഞാൻ വേറെ ചോദിക്കാം. അല്ല വേറെ ആരും വിളിക്കാൻ പറ്റിയ ഒരാൾ നിങ്ങൾ പറ. വിളിക്കാൻ പറ്റിയ എത്ര ആൾക്കാരുണ്ടാവും? വിളിക്കാറുണ്ടല്ലോ. അല്ല 1-2 ആളെ പറ. എന്റെ ആത്മ സുഹൃത്തായ ഷാഫി സലാഹിനെ വിളിച്ചു. മൂപ്പര് പറഞ്ഞില്ല. മൂപ്പര് പറഞ്ഞു TP അബ്ദുള്ള കോയം അതിനോട് ചോദിച്ചാൽ മതി. അയാൾ പിന്നെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് TP അബ്ദുള്ള കോയം രാഷ്ട്രീയക്കാരൻ മാത്രം അയാൾ ഈ വിഷയത്തിൽ കുറച്ച് വിവരമുള്ള ആളാന്ന് പറഞ്ഞല്ലോ മൂപ്പര്. ആര്? ഷാഫി സലാഹി പറഞ്ഞല്ലോ. അല്ല ഷാഫി സലാഹി പറഞ്ഞിട്ടാണോ അയാൾ തൗഹീദിന്റെ വിഷയത്തിൽ പുറത്താക്കിയ? അയാൾ തീരെ ഇവരില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ അമ്പലത്തിന് വേണ്ടി പൈസ കൊടുത്തെന്നാ പറഞ്ഞത് ഷാഫി സലാഹി. കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റിനല്ലേ? വിശ്വാസപ്രകാരം എന്താണ്? അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായ തെറ്റില്ല. സാധുക്കളായ ആളുകൾക്ക് എന്ത് ചെയ്യാം? സഹായിക്കാം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജുക്കും എന്ന് പറഞ്ഞ
ആയത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ അൻതബറുഹും വതുഖ്സിതൂലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ അത് വ്യക്തമായിട്ട് അല്ല അല്ല ഞാൻ അതല്ല പറഞ്ഞ മുസ്ലിം അതായത് മുസ്ലിമീങ്ങൾ ആക്രമിക്കാത്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സഹായിക്കാൻ അതിൽ വരുള്ളൂ. അമ്പലത്തിന് കൊടുക്കാൻ അതിൽ കിട്ടൂല. കൊടുക്കൽ കടുത്ത തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയുന്നത്. പക്ഷെ ഈ കടുത്ത തെറ്റ് ചെയ്ത ആളാണ് നിങ്ങൾ അല്ല ഞാനിങ്ങോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയം പിന്നെ ടി പി അബ്ദുൽ മദനി എന്തുകൊണ്ട് ഗുരുതരമായ ഒരു ശിർക്കിന് കൂട്ടുന്നു എന്നാണ് ചോദിക്കുന്നത്. അതെനിക്കറിയില്ല, അത് ഒരു പുതിയ അറിവ് കേട്ടോ. ടി പി അബ്ദുൽ മദനി അമ്പലത്തിലേക്ക് കൊടുത്തു എന്നുള്ള ഞാനിപ്പോ ആദ്യമായിട്ട് അറിയാണ്. കാരണം ഇത്ര ഗുരുതരമായ കാര്യങ്ങളൊന്നും അയാൾ ചെയ്യുന്ന നിങ്ങൾ മൂപ്പരത്തെ വിളിച്ചു വെച്ച് നോക്കി കൊടുത്തിട്ടില്ലാണ്. ആയിക്കോട്ടെ, ഞാൻ മൂപ്പര് കൊടുത്താൽ ശിർക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മൂപ്പരോട് തന്നെ ചെയ്യും. കാരണം അയ്യുലിയാമനും ഇഞ്ചാക്കും ഫാസിക്കും പിന്നെ പിന്നെ ഇതുണ്ടല്ലോ ആയത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം. അതിന് പറഞ്ഞ ഫാസിക്കാണ്. അപ്പൊ ഇയാൾ ഫാസിക്കിന്റെ പട്ടികയിൽ വരും ഇപ്പൊ ടി പി അബ്ദുൽ മദനി ഫാസിക് അല്ല ഫാസിക് നമ്മളെ പോലെയല്ല. ഹനീഫ് മൗലവി പറഞ്ഞത് ഫാസിഖിനേക്കാൾ വലിയ ഫാസിഖ ഷാഫി സലാഹിന്ന. അതുകൊണ്ടേ ചോദിക്കുന്നത്. അതെ, അയാൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് അയാളെങ്ങനെ അത്തുമിത്തും വിളിച്ചു പറയുന്ന ആളല്ലല്ലോ. അയാൾ സംസ്ഥാന കൗൺസിലറല്ലേ? അയാൾ അത്തുമിത്തും വിളിച്ചു വരാൻ തന്നെയാണ്. അയാളെപ്പറ്റി ഓർമ്മ നിങ്ങളെ വിളിച്ചു വരാൻ പാടുണ്ടോ? അത് ശരി. ഇങ്ങനത്തേക്ക് വിളിച്ചു വരാം. അല്ല ഞാൻ ആലോചിക്കുന്നത് പിന്നെ ടി പി ഏതമ്പലത്തിലേക്ക് ശരിക്കും കൊടുത്തത് എനിക്കറിയില്ല. അത് ശരി. ഓക്കെ, ഞാൻ ചോദിച്ചു നോക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് വലിയ ഉപകാരം. ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന് കൃത്യമായ തെളിവാണല്ലോ, സംസാരിക്കാനല്ല. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങളിപ്പം ഞാൻ കേട്ടപ്പോ ശരിക്കും ഞെട്ടി കേട്ടോ. വലിയൊരു ന്യൂസാണിത് സംഭവം. എനിക്കറിയില്ല. ഓക്കെ, ഏതായാലും വലിയ ഉപകാരം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നമുക്ക്. ഞാൻ ഷാഫി സലാഹിയുടെ ഇതുണ്ടല്ലോ, ഷാഫി സലാഹി ചങ്ങലേരിയുടെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു നോക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ അമ്പലത്തിലേക്ക് പൈസ കൊടുത്തു എന്നുള്ളൊരു ആരോപണം മൂപ്പര് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം ഉണ്ടോ? നിങ്ങള് അമ്പലത്തിൽ പക്ഷെ നിങ്ങൾ ഏതോ സ്ഥാപനത്തിൽ ഇരട്ടക്കുട്ടി ഏതായാലും ടി പി അബ്ദുൽ മദനി ഫോൺ കട്ട് ചെയ്തു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത അസിസ്റ്റന്റ് കായക്കുടി ഹനീഫ് മൗലവിയെ നോക്കാം ഇൻഷാ അല്ലാഹ്. വിളിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ സ്വീകരിക്കുവാൻ സ്ഥലത്തില്ല എന്ന് തോന്നുന്നു. ദയവായി കുറച്ചു കഴിഞ്ഞ് വിളിക്കുക. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നാൽ ഇൻഷാ അല്ലാഹ്. മൗലവി, പിന്നെ ഞാൻ ഖത്തറിൽ നിന്ന് വിളിക്കാണ്. എന്റെ പേര് ജിഷാൻ എന്നാണ്. ഞാൻ പിന്നെ ഷാഫി സലാഹി ചങ്ങലേരിയായിട്ട് വർഷങ്ങളായിട്ട് നല്ല സുഹൃത്താണ്. കേൾക്കുന്നില്ല നിങ്ങള്? അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അദ്ദേഹം പിന്നെ ടി പി അബ്ദുൽ മദനി പിന്നെ അമ്പലത്തിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരു സംസാരിച്ചു. എന്താ നിങ്ങളറിയോ ആ വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും? അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ടി പി അബ്ദുൽ മദനിയുടെ സ്ഥാപനം 40 ദിവസത്തേക്ക് കൊടുത്തതിന്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് ഷാഫി സലാഹി ചങ്ങലേരി പറയുന്നത്. ഓ ഷാഫി സലാഹി ചങ്ങലേരി ആരോപണം പറഞ്ഞില്ല. ശരി. അല്ല, ഇപ്പൊ ഷാഫി ഔദ്യോഗിക നേതൃത്വത്തിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പൊ ഷാഫി ഉള്ളത്, അല്ലെങ്കിൽ സക്കീറിന്റെ കൂടെ പുറത്തു പോയി അയാളിപ്പോ? ഇല്ലാതെ എനിക്ക് തോന്നുന്നത്. ഏത് പുറത്തു പോയിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ അയാളിപ്പോ ടി പി അബ്ദുൽ മദനിയെ പറ്റി പരസ്യമായിട്ട് രാഷ്ട്രീയക്കാരനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടിരുന്നു. രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ഓ കെ മോദിയും രാഷ്ട്രീയക്കാരൻ അല്ല, പിന്നെ തൗഹീദിനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. ഈ തൗഹീദിനെ സംബന്ധിച്ചും ഇസ്തിഹാസിനെ സംബന്ധിച്ചൊന്നും ടി പി അബ്ദുൽ മദനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾ കേവലം ഒരു സാധാരണ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള പ്രസംഗത്തിലൊന്നും അത്തരം കാര്യങ്ങൾ പരാമർശിച്ചതായിട്ട് കേട്ടിട്ടില്ല എന്നാ പറയുന്നത്.
പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ടാവില്ല. അല്ല, ഇയാള് സംഘടനക്കുള്ളിൽ നിന്നിട്ട് സംഘടനയുടെ പ്രസിഡന്റിനെ പറ്റി ഇങ്ങനെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താവും? ഇവന് ഷാഫി സലാഹി ചങ്ങലേരി ഇതിന്റെ ഉള്ളിലാണോ അല്ലെന്ന് പറയില്ല ഈ സമയത്ത്. ആരൊക്കെ എങ്ങനെയൊക്കെ പുറത്തുപോയിന്ന് അറിയില്ല. അത് ശരി. അയാളിപ്പോഴും സംസ്ഥാന കൌൺസിലറാണ് ഇയാൾ പറഞ്ഞത്, ഷാഫി പറഞ്ഞത്. ആര്? ഷാഫി സലാഹി ഇപ്പോഴും പിന്നെ സംസ്ഥാന കൌൺസിലർ. അയാളെ പ്രസിഡന്റ് ആകുമ്പോ പിന്നെ കൌൺസിലറായി സ്വീകരിച്ചിട്ടുണ്ടോ? എങ്ങനെ മോശപ്പെട്ട ആള്? അത് ശരി. ഇത്ര മോശം അല്ല, ഇത് പരസ്യമായിട്ടൊരു വീഴ്പ്പിലൊക്കെ ആളുകൾ കേൾക്കുന്ന സമയത്ത് ആളുകൾ എന്താ ധരിക്കുന്നത്? പ്രസിഡന്റിനെതിരെ ശക്തമായ അതൊക്കെ ദുസ്വഭാവത്തിന് ചികിത്സയല്ല. അല്ല, നേതൃത്വത്തിലുള്ള ആളുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ടീപ്പിനോട് വിളിച്ച് പറഞ്ഞു, ടീപ്പിനോട് നേരിട്ട് സംസാരിച്ചാൽ മതി എല്ലാവർക്കും. മറ്റേ അല്ല, ഈ CD ടവറിൽ വെച്ചിട്ട് പിന്നെ TP അബ്ദുൽ ഖാദർ അതിനോട് നേരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഷാഫി. അയാൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു. ഈ 40 ദിവസം TP അബ്ദുൽ ഖാദർ അയാൾ സിനിമയുടെ പേരടക്കം പറഞ്ഞു. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് 40 ദിവസം പിന്നെ TP അബ്ദുൽ ഖാദർ അതിനോട് സ്ഥാപനം വിട്ടുകൊടുത്തു സിനിമക്കാരിക്കെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അല്ല, അങ്ങനെയാണ് ഇയാൾ പുറത്തേക്കൂടെ മൂലം ഷാഫി സലാഹി നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. ഞാൻ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോ ഇത്ര സീരിയസ് ആക്കിയില്ല. ഞാൻ ഈ നേരത്തെ AP അബ്ദുൽ ഖാദർ മൗലവിനെ വിളിച്ചിരുന്നു. അപ്പം വിളിച്ചപ്പോ ഞാൻ ഈ TP യെ പറ്റി രാഷ്ട്രീയക്കാരൻ എന്നുള്ള പരാമർശത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പം പറഞ്ഞ് അത് പിന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ തന്നെയാണല്ലോ, അതിലെന്താ സംശയം എന്ന് ചോദിച്ചു. അപ്പൊ ഷാഫി സലാഹിയുടെ തൊപ്പിയിലൊരു പൊൻതൂവലായിട്ട് ആ ഭാഗം ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ ഭാഗം പിന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചപ്പോ ഷാഫി ഇത് മറ്റേ ഇരട്ടക്കുട്ടികൾ അച്ഛൻ എന്നുള്ള ആരോപണം ഉണ്ടല്ലോ. ഞാൻ ആരോപിച്ചല്ലോ. അല്ല, നിങ്ങൾ ആരോപിച്ചാണല്ലോ, നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വിഷയമാണല്ലോ അത്. അപ്പൊ ആ വിഷയം എന്തുകൊണ്ട് ഷാഫി എന്നോട് ഇതുവരെ നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളൊരു നിങ്ങളോട് പറഞ്ഞതല്ല. അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിട്ടടക്കം ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ലേ പറഞ്ഞു. അല്ല, എന്നോട് നിങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിനോട് പറഞ്ഞില്ല ഇതുവരെ ആ വിഷയം എന്നുള്ള ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ നിങ്ങളെന്താ വിഷയം പിന്നെ മൗലവിനോട് ഇതുവരെ പറയേണ്ടത് തന്നെ? ഹലോ നിങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിനോട് വിഷയം ഇതുവരെ പറയാതിരുന്നേ? എന്താ ജിസാനെ പറയണം? എന്നിട്ട് പറയാം, വിഷയം പറഞ്ഞ ഒരു മിനിറ്റ്. അതന്നെ പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ TPയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിങ്ങൾ AP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നാണ് അയാൾ പറയുന്നത്. അതേ ഡിസൈൻ മതി, വേറെ ഒന്നും. അതേ ഡിസൈനാ AP മൗലവിയാ? സിമ്പിളായിട്ട് മതി. നമ്മളങ്ങനെ അടിപൊളിന്റെ ആളുകളല്ലേ. ഞാൻ തൗഹീദിൽ നിങ്ങളൊന്ന് സഹായിക്കും, നിങ്ങൾ നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്താ കഥ നിഷാനെ ഒന്ന് എന്താ പറഞ്ഞത്? പിന്നെ അതായത് അംഗീകാരം കിട്ടിയപ്പോ അല്ല TP പറഞ്ഞ കാര്യത്തിൽ TPയെ പറ്റി നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ AP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്. ഷാഫി ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. ജിസാൻ വെറുതെ തമ്മിലിങ്ങനെ പറഞ്ഞല്ലോ ഇതുണ്ടാക്കണ്ട, സംസാരിക്കാൻ വേണ്ടി മാത്രം വിളിക്കും. അല്ല, ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു നിങ്ങൾക്ക് വെച്ചേരാം. നിങ്ങളെ മോശമാക്കിയിട്ടല്ല പറഞ്ഞു, നിങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾ AP-ക്കെതിരെ TPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിയാകുന്ന എന്റെ ശ്രദ്ധയിൽ ഇതുവരെ ഷാഫി സലാഹി ചങ്ങേരി പറഞ്ഞിട്ടില്ല. ജിഷാനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഞാൻ ഒരു കടയിലാണ്, നമുക്ക് ഒന്ന് നമ്മളെ മൗലവിന്റെ. ഹലോ 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 പറയോ. ഞാൻ നിങ്ങളെ മൗലവിമാർക്ക് ഒരു സഹായം ചെയ്തു തരും. നിങ്ങളെന്താ എന്നോട് തീരെ ആരും സഹകരിക്കാത്തെ? ഞങ്ങൾക്ക് എന്തൊക്കെ പറയണ്ടേ? ഷാഫി സലാഹി പറഞ്ഞ TP അബ്ദുൽ ഖാദർ മദനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം, ആ ആരോപണം ശരിയാണെന്ന് AP അബ്ദുൽ ഖാദർ മൗലവി അതായത് TP ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള പിന്നെ TP അബ്ദുൽ ഖാദർ മദനി
ടി.പി. അബ്ദുള്ള കോയ മദനി ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള പ്രയോഗം അതിൽ തെറ്റില്ല എന്നാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാൻ ആവശ്യമില്ല. ഇല്ല, ഞമ്മക്കറിയാം. അത് എ.പി. അബ്ദുൽ ഖാദർ മൗലവി തൊട്ട് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. എനിക്കറിയാം. ആര് ആയിക്കോട്ടെ, അതിന് ഷാഫിസലായി നിങ്ങൾക്ക് തന്നെ മുപ്പത് രാഷ്ട്രീയക്കാരനാണോ? ടി.പി. അബ്ദുള്ള കോയ മദനി ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഷാഫിസലായി മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ എത്ര ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ടാവും? ഇല്ല, അത് നിങ്ങൾ വിഷയം എന്നറിയില്ല. അതായത് ഹനീഫ് മൗലവി കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും ഷാഫി സലാഹി ടി.പി.യെ പറ്റി രാഷ്ട്രീയക്കാരനെന്ന് പിന്നെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ശരിയാണെന്നാണ് ഈ പറഞ്ഞ ടി.പി. ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണെന്നാണ് ആര് പറയുന്നത്? എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും പറയുന്നത്. അതെ, ഏത് ഉദ്ദേശത്തിലാണ്? വെറുതെ രാഷ്ട്രീയക്കാരനാണോ അതോ വെറും ഒരു ആ രൂപത്തിലേക്കുള്ള ചിത്രീകരിച്ചുകൊണ്ടുള്ളതാണോ? അത് അങ്ങനെ എനിക്കറിയില്ല. ഷാഫി എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതേ ചിലപ്പോ മൂപ്പരാണ് ഷാഫിസലായി പറഞ്ഞ എങ്ങനെയിപ്പോ നോക്കറിയില്ല, മൂപ്പരായിരിക്കും. ഷാഫിക്ക് ബന്ധമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് വെറുതെ അല്ല. ഷാഫി സലാഹി അറിഞ്ഞത് മൂപ്പർക്കും അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ ഇത് പറയും കേൾക്കുകയും ചെയ്യാത്ത പിന്നെ നിങ്ങൾക്ക് അറിയാം. മൂപ്പർക്ക് അറിയാനല്ലേ എത്ര അറിയായിരിക്കും, നിങ്ങൾക്കറിയായിരിക്കും. കാരണം നിങ്ങൾ ഉദ്ദേശം മാറ്റി വേറെ രൂപത്തിലാക്കിയായിരിക്കും. എല്ലാ മൗലവി എത്ര ആണ് മൂപ്പര്? ഒരു മൂപ്പര് പോരെ? നിങ്ങൾ ഇതിനിങ്ങനെ മൂപ്പരാക്കുന്നേ? ഷാഫി സലാഹി പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിനും അറിയില്ല, കേട്ട എനിക്കും അറിയില്ല എന്ന് പുറത്തുള്ള നിങ്ങൾ പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയാ? കേട്ടല്ലേ ഞാനത് എന്താണ് ഉദ്ദേശിച്ചത്? ഷാഫിസലായി എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാനോ പറഞ്ഞേ? അല്ലാതെ മൂപ്പർക്കറിയില്ല, ഇയാൾക്ക് അറിയാനല്ല. ഞാനതല്ല, ഞാനിപ്പോ അതല്ലേ ചോദിക്കുന്നത്. ഇപ്പൊ പിന്നെ അബ്ദുറഹ്മാൻ സലഫിന്റെ ഒറിജിനൽ തൗഹീദാണോ? അത് മാത്രം ചുരുക്കി പറഞ്ഞാൽ. അതിപ്പോ അല്ല, അതെന്താ നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തേ? അബ്ദുറഹ്മാൻ സലഫിയും ഹനീഫ് കായക്കൊടിയും വെച്ച് പുലർത്തുന്ന യഥാർത്ഥ തൗഹീദാണോ എന്റെ ചോദ്യം? അത് മൂപ്പരത്തന്നെ ഇല്ല, അത് എമത്ത് വയ്ക്കാം. ഉണ്ടാവും ഓരൊക്കെ തൗഹീദ് നല്ലതാണോ മറ്റേ മറിച്ചാണെന്നപ്പോ നമ്മൾ പറയണു. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളായിരിക്കും വിളിക്കാനല്ലേ? അവർക്ക് നേരിട്ട് വിളിച്ചാൽ ചോദിച്ചാലേ. ഒരു പണിയുണ്ട്. സക്കരിയ സലാഹിന്റെ ഒറിജിനൽ തൗഹീദാണോ? സക്കരിയ സലാഹിന്റെ ശരിയായ തൗഹീദാണോ? നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് അയാൾക്ക് ചോദിച്ചാൽ മതി. നിങ്ങളെ ശരിയായ യഥാർത്ഥ തൗഹീദാണോ ഇപ്പൊ? ഞങ്ങൾ യഥാർത്ഥ തൗഹീദ് വിഷയം സംസാരിക്കാൻ അതിനനുസരിച്ച് സംസാരിക്കും. ഞാൻ ചോദിക്കുന്നത് ഷാഫി സലാഹി നിലനിൽക്കുന്ന തൗഹീദ് യഥാർത്ഥ തൗഹീദാണെന്ന് എന്റെ ചോദ്യം. തൗഹീദാണ്. അപ്പൊ ഷാഫി സലാഹി ഞാൻ ചോദ്യമല്ല, ഷാഫി സലാഹിന്റെ യഥാർത്ഥ തൗഹീദാണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ട് സക്കരിയ സലാഹിയുടെ പിന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ യഥാർത്ഥ തൗഹീദാണ് നിങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല? അയാൾ എനിക്ക് ബന്ധമല്ല. ഞാൻ ഷാഫിക്കാരുടെ കൂടെ നടക്കുകൊണ്ട് എനിക്കറിയുന്നത്. അയാളെ അബ്ദുറഹ്മാൻ സലഫി എന്നെ കുറിച്ച് എനിക്കറിയില്ല, സംസാരിക്കാറില്ല. ഞാൻ പറയാം അബ്ദുറഹ്മാൻ സലഫി എന്ന മുജാഹിദിന്റെ നേതാവ് നിങ്ങൾക്ക് അറിയില്ല? ആളറിയാം, അയാൾക്ക് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മുജാഹിദിന്റെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറയുന്ന തൗഹീദ് എന്താണെന്ന് മുജാഹിദിന്റെ തൗഹീദ് ആയിരിക്കില്ലേ? അത് ആ തൗഹീദിന് പുറത്താണോ? സുലൈമാൻ സക്കാഫ് പറയുന്ന തൗഹീദ് ഏതാണ്? അപ്പൊ അസിസ്റ്റന്റിന്റെ ബാറ്ററി പോയി അല്ലേ? ബാറ്ററി ചാർജിൽ കുത്തിയൊക്കെ ഷാഫി എന്ന മോനേറ്റെടുത്തോ? അല്ല ഷാഫി, ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ ഷാഫി പറഞ്ഞ് ചിരിപ്പിക്കാനെല്ലാം ഒരാളുണ്ട്. ഞാൻ ഇങ്ങനെ കുടുകുടാ ചിരിച്ചില്ല. ചിരിക്കാൻ എങ്ങനെയാണ് മാഹിക്കാർ സാധാരണ വെള്ളടിച്ച് പുതുതായിട്ട് മാസം പറയുന്നത്? ഷാഫി കേൾക്കുന്നില്ല? ഷാഫി കേൾക്കുന്നില്ല? പണം തന്നെ ചെയ്യണമെങ്കിൽ യാത്രയില്ല, എന്താ ഹോട്ടലിൽ ഷാഫി കേൾക്കുന്നുണ്ടോ? എന്താ ഒച്ചപ്പാട്? പോയാ?
അല്ല, നിങ്ങൾ തിരക്കാണ് വരെ, പക്ഷെ ചെറിയൊരു സംശയം മാത്രം ചോദിക്കേണ്ടിട്ടാണ്. പിന്നെ ഇയാൾ ഇപ്പോൾ താങ്കളുടെ സംശയം താങ്കൾ ദൂരീകരിച്ചോളൂ. ഷാഫി തങ്ങളിൽ താങ്കളുടെ അടുത്ത സുഹൃത്തല്ലേ, അപ്പൊ താങ്കൾ ഞാൻ ചോദിച്ച് കൺഫേം ആയിക്കോളൂ. പിന്നെ എന്നോട് അറ്റൻഡൻസ് മേടിക്കുന്നത്? അയാൾ പറയുന്ന സംസ്ഥാന കൗൺസിലറും മെമ്പറാണ്, അത് സത്യമാണെന്ന് എനിക്കറിയണ്ടേ? അതെ, ഷാഫി സലാഹി മുജാഹിദിന്റെ സംസ്ഥാന കൗൺസിലറിലും മെമ്പറാണ്, ഇപ്പോഴും ഇന്ന് വരെ മെമ്പറാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ സ്ഥാനമുണ്ടെന്ന് അയാൾ പറയുന്നത് ശരിയാണോ? തൽക്കാലത്ത് എനിക്കതിനെ പറ്റി അറിയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.